കോൺഗ്രസ് പ്രതിനിധി ശ്രീ പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ് പോകുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ചവരെ വെറുതെ വിടില്ല എന്ന് വളരെ കൃത്യമായി ആ ഒരു സന്ദേശം മോദി സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. കഴിഞ്ഞ 11 വർഷത്തെ അശ്രാന്തമായ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിച്ചിരിക്കുകയാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസി. വലിയ നയതന്ത്ര വിജയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് വളരെ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ? 2008 നവംബർ മാസം 26 തീയതി രാജ്യത്തെ പിടിച്ചുകുലുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട NIA മുൻ ഓഫീസറെ സൂചിപ്പിച്ചതുപോലെ 2009 UAPA ആക്ടിന്റെ അടിസ്ഥാനത്തിൽ NIA കേസ് നമ്പർ 4/2009 രജിസ്റ്റർ ചെയ്ത ആ കേസിന്റെ അതിന്റെ ഒരു സ്വാഭാവിക പരിണാമത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുക. നമ്മൾ 11 വർഷം ഇവിടെ അശ്രാന്തം പരിശ്രമിച്ചു എന്നൊക്കെ പറയുന്നതിന് മുമ്പിൽ നമ്മൾ എന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. ഇവിടെ NIA വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ രണ്ടുപേരെ ഇപ്പൊ പറഞ്ഞ ഹെഡ്ലിയും റാണയും അവരെ അറസ്റ്റ് ചെയ്യുന്ന 2009 ഒക്ടോബർ മാസം 3 തീയതി ആദ്യം ഡേവിഡ് ഹെഡ്ലി അറസ്റ്റ് ചെയ്യുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം ഒക്ടോബർ 18 തീയതി 2009 ഈ റാണയെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ഗവൺമെന്റ് 1997 എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളെ ഉൾപ്പെടെ പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് 1997. ഈ അടിസ്ഥാനത്തില് നമ്മൾ അമേരിക്കയ്ക്ക് അപേക്ഷ നൽകി. പക്ഷേ 6 അമേരിക്കക്കാര് ഈ ബോംബെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 166 പേരിൽ 6 പേര് അമേരിക്കൻ പൗരന്മാരാണ്. അതുകൊണ്ട് ഈ ഹെഡ്ലിയെയും റാണയെയും അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് വിചാരണ ചെയ്തു. അങ്ങനെ 2013 ഈ റാണയെ 168 മാസത്തേക്ക് അവിടെ ശിക്ഷിച്ചു, അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് മടക്കി വിടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൈമാറുവാനായിട്ട് പരിമിതികളുണ്ട്. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് ശിക്ഷിച്ച് അവിടെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കോവിഡ് വന്നപ്പോൾ ഈ തദാവൂർ ഹുസൈൻ റാണയ്ക്ക് അതിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് അവര് ജയിൽ മോചിതരാക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ നൽകിയിരുന്ന പരാതി അവിടെ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കാനായിട്ട് അവർ തയ്യാറായില്ല. ഈ റാണെ അവിടെ സുപ്രീം കോടതി വരെ അദ്ദേഹം പോരാടി, ഫൈറ്റ് ചെയ്തു. അവസാനം ഈ കൃത്യമായി പറഞ്ഞാൽ 2025 ഈ ജനുവരി മാസം 21 തീയതി, അതായത് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേ ദിവസം അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൈമാറാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൈമാറിയെത്തിയിരിക്കുക. പക്ഷെ നമ്മൾ ഇതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ അകത്ത് ഈ മുംബൈ തീവ്രവാദി ആക്രമണത്തിൽ 2 പ്രതികളെയാണ് അമേരിക്ക അറസ്റ്റ് ചെയ്ത് അവരുടെ തടങ്കിലാക്കിയിരുന്നത്. ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, 2ാമത്തെ പ്രതിയാണ് ഈ റാണ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ അകത്തൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അകത്തെ മുഖ്യ പ്രതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെഡ്ലിയാണ്. അദ്ദേഹത്തിനെതിരെ 12 കേസുകളാണ് അമേരിക്ക ചുമത്തിയത്. പക്ഷെ റാണയ്ക്കെതിരെ 3 കേസുകളാണ് ചുമത്തപ്പെട്ടത്. ഇനിയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ അതിനകത്ത് ഞാൻ അത് വസ്തുതാപരമായിട്ട് മാത്രമേ സംസാരിക്കും. ഞാൻ അതിനകത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒന്നും കടന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ റാണയ്ക്കെതിരെ 3 കേസുകളാണ് ചുമത്തപ്പെട്ടത്. ഒന്ന്, ഡെൻമാർക്കില് തീവ്രവാദി ആക്രമണം അദ്ദേഹം ആസൂത്രണം ചെയ്തത്. 2, ലഷ്കർ തയ്യബയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം. 3, ഇന്ത്യയില് അട്ടിമറിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണത്തിന് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. പക്ഷെ അമേരിക്കൻ കോടതി ആദ്യത്തെ 2 കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ തെളിയിക്കപ്പെട്ടത്. ഈ പറയുന്ന റാണയ്ക്കെതിരെ, തഹാവൂർ ഹുസൈൻ റാണയ്ക്കെതിരെ 2 കേസുകളാണ് തെളിയിക്കപ്പെട്ടത്. ആ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പക്ഷെ നമ്മൾ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ, ഈ മുംബൈ തീവ്രവാദി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത്, അതിന്റെ മുഴുവൻ ബുദ്ധി എന്ന് പറയുന്നത് ISIയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചതെല്ലാം എന്ന് പറയുന്നത് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. പക്ഷെ അദ്ദേഹത്തെ അമേരിക്ക സംരക്ഷിച്ചു നിർത്തുക. കാര്യം കൃത്യമായി പറയാം, അദ്ദേഹം ഡബിൾ ഏജന്റ് ആയിരുന്നു. ഒരേ സമയം തന്നെ അമേരിക്കയ്ക്ക് വേണ്ടിയും ISIക്ക് വേണ്ടിയും ഡബിൾ ഏജന്റായി പ്രവർത്തിച്ച, അമേരിക്കയുടെ കൂടി ചാരനായി പ്രവർത്തിച്ച ആളായിരുന്നു ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇന്ത്യക്ക് വിട്ടുതരുവാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറായിട്ടില്ല. നമ്മൾ ഈ മുംബൈ തീവ്രവാദി ആക്രമണത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വലിയ പുരോഗതി നമുക്ക് കൈവരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ? പാകിസ്ഥാനെ നമ്മൾ പ്രതിസ്ഥാനത്ത് കൊണ്ടിരിക്കുക. ഇതിന്റെ മുഴുവൻ ഉത്തരവാദി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അല്ലെങ്കിൽ ഈ നവംബർ 26 തീയതി 2008 നടന്ന മുംബൈ തീവ്രവാദി ആക്രമണം മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭരണകൂടമാണ്, അല്ലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രമാണ് എന്ന് തെളിവുകൾ സഹിതം ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ റാണയെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് റാണ എന്ന് പറയുന്ന ആള് ചെറിയൊരു പരൽമീനാണ്. അതിന്റെ വലിയ തിമിംഗലം എന്ന് പറയുന്നത് ഹെഡ്ലിയാണ്. ഹെഡ്ലിയെ അമേരിക്ക കവർപ്പ് ചെയ്തുകൊണ്ട് ഞാനത് 12 കേസുകൾ ചുമത്തപ്പെട്ട ആളാണ് ഹെഡ്ലി. പക്ഷെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നേട്ടം, എന്നാൽ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 3 കേസുകളിൽ
പ്രധാനപ്പെട്ട കേസായിട്ടുള്ള ഈ ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ റാണയെ കണക്ട് ചെയ്യുന്ന തെളിവുകളില്ലാത്തത് കൊണ്ട് അമേരിക്ക അദ്ദേഹത്തെ ശിക്ഷിക്കാതെ വിട്ടതാണ് അമേരിക്കൻ കോടതി. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഈ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇനി പുതുതായി അദ്ദേഹത്തിന്റെ പേരിൽ ഈ അമേരിക്ക നമ്മൾ ഈ പറഞ്ഞ 3 ചാർജുകളുണ്ടല്ലോ, അല്ലാതെ മറ്റു ചാർജുകൾ ഇനി ചുമത്താനായിട്ട് കഴിയില്ല. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ മുഖത്തോടെ ഞാൻ പറയുക, പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു നേട്ടമാകുമായിരുന്നത് നമുക്ക് ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതാണ് താങ്കളുടെ പോയിന്റ് എന്ന് പറയുന്നത്.